ഹാബേലേ, നിനക്ക് നിന്ദയുണ്ടാകാം, ഹാബേലേ, നിനക്ക് പരിഹാസമുണ്ടാകാം. എങ്കിലും നീ ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കുന്നുവെങ്കിൽ, സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്നുവെങ്കിൽ, താൽക്കാലികമായിട്ട് നിനക്ക് വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും, എല്ലാ പ്രതികൂലത്തിൽ നിന്നും സ്വർഗത്തിലെ കർത്താവ് നിന്നെ വീണ്ടെടുത്ത് വിടുവിച്ച് ഉറപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഈ ദിവസത്തിലെ നിന്ദകൾ, പരിഹാസങ്ങൾ നിന്റെ മുമ്പിലേക്കുള്ള യാത്രയുടെ ലക്ഷണമത്രേ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. കയീനെ കുറിച്ചും ഹാബേലിനെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാം. വിശുദ്ധ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചു. സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ദൈവത്തിന് ആരാധന കൊടുക്കുക. ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത് ലൂസിഫറും കൂട്ടരുമായിരുന്നു, അഥവാ ദൈവദൂതന്മാർ. പക്ഷേ കർത്തൃസന്നിധിയിൽ ഇരുന്നിട്ട് ആ ദൂതൻ അഹങ്കരിച്ചു, നിഗളിച്ചു. ഞാൻ സൗന്ദര്യമുള്ളവനാണ്, ഞാൻ നന്നായി ആരാധിക്കുന്നവനാണ്, ഞാൻ ദൈവത്തോളം കഴിവുള്ളവരെന്നൊക്കെ മനസ്സുകൊണ്ടിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ ദൈവം അവനെ വാളുകൊണ്ട് വെട്ടി ഭൂമിയിലേക്ക് ഇട്ടു. ലൂസിഫറിനെ കൂട്ടരെ മുഴുവനായി അവിടുന്ന് പുറത്താക്കി. പകരം ദൈവം സൃഷ്ടിച്ച വിഭാഗമാണ് മനുഷ്യർ. അവനേകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവത്തിന് മനസ്സിലാക്കിയിട്ട് ഒരു ഹവ്വയെ ദൈവം സൃഷ്ടിച്ചു. ആ സൃഷ്ടിയുടെ പിന്നിൽ ഒന്നുണ്ട്, ലോകത്തിലെ ആദ്യത്തെ കുടുംബജീവിതം. ആദ്യമായി മനുഷ്യന് ഏകനായി ജീവിക്കാൻ കഴിയത്തില്ല, അവന് തക്കതായ ഒരു തുണ ആവശ്യമാണ് എന്ന് മറ്റാരും മനസ്സിലാക്കുന്നതിനേക്കാളും സൃഷ്ടിദാതാവായിരിക്കുന്ന ദൈവം തന്നെ മനസ്സിലാക്കിയിട്ട്, ഒറ്റയ്ക്ക് അവൻ ജീവിച്ചാൽ ഒരു പരിധി വരെ പോകും, അത് കഴിയുമ്പോൾ അവൻ മടുത്തു പോകും, അവൻ ക്ഷീണിച്ചു പോകും, അവൻ തളർന്നു പോകും. വചനവും പഠിപ്പിക്കുന്നു, ഒരുവരെക്കാളും ഇരുവർ നല്ലത് എന്നുള്ളതിനെ കുറിച്ച്. ഒരുവൻ വീണാൽ മറ്റവൻ എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഒന്നിനേക്കാളും രണ്ട് നല്ലതെന്ന് ദൈവം മനസ്സിലാക്കിയിട്ട് ഒരു ഹവ്വയെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി വെച്ചു. അത് സൃഷ്ടിക്കുമ്പോൾ തന്നെ രണ്ടുപേരെ മണ്ണിൽ നിന്നെടുത്തല്ല സൃഷ്ടിച്ചത്. മണ്ണിൽ നിന്ന് ദൈവം ആദാമിനെ എടുത്തപ്പോൾ ഹവ്വയെ തൻ്റെ വാരിയിൽ നിന്ന് തന്നെ എടുത്തു. ഇവരൊരിക്കലും വേർപെട്ടു പോകാതിരിപ്പാൻ, ഇവരൊരിക്കലും ഭിന്നിച്ചു പോകാതിരിപ്പാൻ ഇന്നേറ്റവും അധികം സംഭവിക്കുന്നതും അത് തന്നെയാണ്. കോടതികളുടെ എണ്ണം കൂടുമ്പോൾ കുടുംബ കോടതി എന്ന് പറഞ്ഞ് വേറൊരു വിഭാഗം രൂപപ്പെട്ടു വരുന്നു. ട്രിവാൻഡ്രത്ത് ഒന്നെന്നുള്ളത് അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ്റെ പലപ്പോഴും പലയിടങ്ങളിലും മനുഷ്യൻ വിജയിച്ചു എന്ന് പറയുന്നെങ്കിലും കുടുംബജീവിതത്തിലേക്ക്, കുടുംബ ബന്ധങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം, പലരും തോറ്റുപോകുന്ന ഒരവസ്ഥ. അവിടെ മുപ്പിരിച്ചേരേണ്ടത് അറ്റുപോകത്തില്ല എന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠവചന പ്രകാരം ഭർത്താവും ഭാര്യയും ദൈവവും, ആ ദൈവ സാന്നിധ്യമില്ലാതെ, ആ ദൈവത്തിൻ്റെ പവിത്രതയില്ലാതെ, പരിശുദ്ധിയില്ലാതെ, വിശുദ്ധിയില്ലാതെ ഒരിക്കലും ഒരു ദാമ്പത്തിക ബന്ധം ശരിയായിട്ട് പോകത്തില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാമായിരിക്കുന്നതിന് മുൻപ് ദൈവം അത് മനസ്സിലാക്കിയിട്ട് ആദാമിനൊരു ഗാഢനിദ്ര വരുത്തിയിട്ട് ഒരു ഹവ്വയെ ആ ആദാമിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. എന്തിനാ? അവരുടെ ഐക്യത, അവരുടെ സ്നേഹബന്ധം, അവരുടെ വിശ്വസ്തത, ആ പരസ്പരമായിട്ടുള്ള വിശ്വസ്തതയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ദൈവം അപ്രകാരം ചെയ്തു. അതിൽ നിന്ന് ജനിച്ച് സന്താനം അഥവാ തലമുറകൾ രൂപപ്പെടുവാൻ തുടങ്ങി. ആ രൂപപ്പെട്ടടുത്ത ജനറേഷന് വേണ്ടിയിട്ട് കടന്നു വന്നപ്പോൾ ആരാധനയ്ക്ക് അപ്പോഴും വളരെ പ്രത്യേകതയുണ്ടായിരുന്നു. ആരാധനയ്ക്ക് വളരെയധികം പ്രാതിനിധ്യമുണ്ടായിരുന്നു. എല്ലാ ദിവസവും ദൈവം വൈകിട്ട് ആദാമിൻ്റെ ഹവ്വായുടെ അടുക്കലേക്ക് വരും. എന്താ പറയുക, ഇന്ന് മോർണിംഗ് വാക്കെന്നൊക്കെ അല്ലെങ്കിൽ ഈവനിങ് വാക്കെന്നൊക്കെ പറഞ്ഞുള്ള ഉണ്ട് എക്സസൈസിന് വേണ്ടിയിട്ട്. അങ്ങനെയൊന്നുമല്ല. ചില ആൾക്കാർ നാട്ടിൻപുറത്താണെങ്കിൽ ചായ കുടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ എത്ര ചായ ഉണ്ടെങ്കിലും ചായ കുടിക്കാൻ ഒരു കടയിൽ പോകുന്ന ഒരു രീതിയുണ്ട്, അല്ലേ? ചിലർ വീട്ടിൽ അത് ഒതുങ്ങിയിരിക്കത്തില്ല, അവരൊരു റൗണ്ട്സിന് പോയിട്ടേ വരത്തേ ഉള്ളൂ എന്ന് പറയും പോലെ തന്നെ എൻ്റെ ദൈവത്തിനൊരു ശീലമുണ്ടായിരുന്നു. അവനേറ്റവും ഇഷ്ടമുള്ളതൊന്ന് തൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനോടുകൂടി ഒരു ചെറിയൊരു കൂട്ടായ്മ കുറച്ച് സമയം പോയി സ്പെൻഡ് ചെയ്യണം. സ്വർഗമെന്ന് പറയുന്നത് വളരെ 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 ഭംഗിയുള്ളതാണ്. വിശുദ്ധിയിൽ വിശുദ്ധമായ സ്ഥലമാണ്. മാനുഷികമായ ചിന്തയ്ക്കകത്ത് പോലും ഒതുക്കുവാൻ കഴിയാത്തതിനേക്കാളും അപ്പുറം ഏറ്റവും ഭംഗിയായ ഒരു സ്ഥലമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ ഇരിക്കുന്നതിന് പകരം എൻ്റെ നാഥൻ ഏറ്റവും മോശപ്പെട്ട ഭൂമി,
ഏറ്റവും അശുദ്ധി നിറഞ്ഞത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ ഉള്ളൂ, എല്ലാം അശുദ്ധിയാ. എവിടെ ഡെയിലി വർത്തമാന പത്രങ്ങൾ എടുത്താൽ എന്നാ, ഡെയിലി ടെലിവിഷൻ ചാനലുകൾ തുറന്നു വെച്ചാൽ എന്നാ കേൾക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ എന്നാ വന്നുകൊണ്ടിരിക്കുന്നത്? അശുദ്ധിയുടേതായുള്ള കൊടുമുടിയിലേക്ക് മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച്, അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച്, അവൻ വിദ്യാസമ്പന്നനും ശാസ്ത്രീയമായിട്ട് പുരോഗതി കൈവരിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോഴും മറ്റൊരു ഭാഗത്തിൽ അവൻ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കത്തക്ക വിധത്തിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് മ്ലേച്ഛതകൾക്കും കൊള്ളരുതായ്മകൾക്കും മാത്രം മനുഷ്യൻ കൂട്ടുനിൽക്കത്തക്ക വിധത്തിലേക്ക് സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം കുടുംബാംഗങ്ങളെയും പോലും തിരിച്ചറിയുവാൻ കഴിയപ്പെടാത്ത വിധത്തില് ധനമോഹം കടന്നു വന്ന് ഈ ലോകത്തിലെ സുഖലോലുഭമായ സ്ഥിതിഗതികൾക്ക് വേണ്ടിയിട്ട് ഏത് പച്ച മനുഷ്യനെയും ഒരു ദാരുണയും ഇല്ലാതെ വണ്ണം കൊന്നൊടുക്കുവാൻ കഴിയത്തക്ക വിധത്തിലേക്ക് മനുഷ്യന്റെ മനസ്സ് മുരടിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഭൂമി എന്ന് പറയുന്നത് അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭൂമിയിലേക്ക് വിശുദ്ധനായിരിക്കുന്ന ദൈവം എല്ലാ ദിവസവും വരുമായിരുന്നു. എന്താ? താൻ ഉണ്ടാക്കി വെച്ച ആദാമിനോടും ഹവ്വയോടും ഒരുമിച്ച് ഒരല്പസമയം സംസാരിക്കാൻ, ഒൽപ്പിച്ചു ഒരല്പസമയം ഇരുന്നൊരു കൂട്ടായ്മ ആചരിപ്പാൻ, ഒരുമിച്ചൊരല്പസമയം സംസാരിച്ചിരിക്കാൻ. അങ്ങനെ ഞാൻ പറയാം, ആദാമിനും ഹവ്വായ്ക്കും അത് ഇഷ്ടം തന്നെ. പക്ഷേ എപ്പോ ആ ദമ്പതികളുടെ കുടുംബത്തിനകത്തേക്ക് സർപ്പം കയറിയോ, എപ്പോ പിശാചിനകത്ത് പ്രവേശിച്ചുവോ, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഒന്ന് ഉലയുവാൻ തുടങ്ങി. യെസ് സഹോദരങ്ങളെ, ബന്ധങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നതിന്റെ പിന്നില് പിശാച് കയറുമ്പോഴാണ്. സാത്താൻ എവിടെ കയറുന്നുവോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അവിടെ ഉലയുവാൻ തുടങ്ങും. പിശാച് എവിടെ കയറുന്നുവോ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അവിടെ ഉലയുവാൻ തുടങ്ങുക. അതെ, എവിടെ പിശാച് കയറുന്നുവോ ആ സ്ഥലത്തിൽ തന്നെ സ്തോത്രം ഉപജീവന സ്ഥാനങ്ങളിലേക്ക് മേലധികാരിയും കീഴുദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുക. ജോലിക്കാരും വേലക്കാരും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നു. സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടു പോകുന്നു. നിന്റെ സാമ്പത്തിക മേഖല തകർന്നു പോകുന്നു. എപ്പോൾ ശത്രുശക്തികൾ എവിടെയാണോ നിന്റെ കുടുംബത്തിനകത്ത് പ്രവേശിക്കുവാൻ തുടങ്ങുന്നത് അവിടെ പരാജയം തുടങ്ങും. പിശാച് എവിടെ പ്രവേശിക്കുന്നുവോ അവിടെ നിന്റെ വിദ്യാഭ്യാസം താളടിയാകാൻ തുടങ്ങും. നിന്റെ ഭാവി ജീവിതം തകരുവാൻ തുടങ്ങും. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടും. അപ്പോൾ നീ മനസ്സിലാക്കണം, എവിടെയോ പാടില്ലാത്ത ഒരു ദുഷ്ടശക്തി എൻ്റെ ജീവിതത്തിനകത്ത് പ്രവേശിച്ചു, എവിടെയോ ഒരു പൈശാചിക ശക്തി എൻ്റെ കുടുംബത്തിനകത്ത് പ്രവേശിച്ചു. അവിടെ ഇതാ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുകയാണ്. അവർ തമ്മിലുള്ള ബന്ധം അവിടെ പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നു. പിശാച് വന്നവരെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ശൈത്താൻ അപ്പുറത്ത് മാറി നിന്നിട്ട് ചിരിക്കുകയാണ്. കണ്ടോ, ഇനി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഏത് രൂപത്തിൽ പോകുമെന്ന് ഞാൻ നോക്കട്ടെ, ഏത് രൂപത്തിൽ പോകുമെന്ന് ഞാൻ നോക്കട്ടെ. അവൻ മാറിയിരുന്നു. ഇവിടെ ആദാം ഒരു സൈഡിൽ കൂടെ ഓടി ഒളിച്ചു, ഹവ്വ വേറൊരു സ്ഥലത്തിലേക്ക് ഓടി ഒളിച്ചു. അതുവരെയും ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന തേജസ് അവർക്ക് വസ്ത്രമായിരുന്നു. അവരുടെ നഗ്നത പുറത്തറിയത്തില്ല. അത്രത്തോളം തേജസ് നോക്കിയാൽ കാണാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവ സാന്നിധ്യത്താൽ അവരുടെ നഗ്നത മുഴുവനും നഷ്ടപ്പെട്ട് അഥവാ മാറി അവർ തേജസ്സിനാൽ അണിയപ്പെട്ടവരായിരുന്നു. പക്ഷേ എപ്പോൾ പാപം ചെയ്തുവോ ആ സമയത്തിൽ തന്നെ അവരുടെ തേജസ് അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ആ തേജസ് നഷ്ടപ്പെട്ടതോടുകൂടി തന്നെ അവർ ഓടി ഒളിക്കുകയാണ്. ദൈവം അന്വേഷിക്കുന്നു, ആദാമേ നീ എവിടെ, ഹവ്വയെ നീ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്തിൽ ഇവരെല്ലാവരും ഒളിച്ചിരിക്കുക. ആർക്കും അവിടെ ധൈര്യത്തോടെ വന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല. കാരണം പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച മനുഷ്യൻ ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ ചെയ്ത പാപത്തെ വെച്ച് നോക്കുമ്പോൾ കൊടുത്ത ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്തതിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന സമയത്തിൽ ഒരിക്കലും ഇവരെ തിരികെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവരുവാനോ തിരികെ ആ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനോ കഴിയത്തക്ക വിധത്തിൽ തിരികെ അവരെ കൊണ്ടുവരുവാൻ കഴിയത്തക്ക വിധത്തിൽ ഒരിക്കലും ഒരു മനുഷ്യനാണെങ്കിൽ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി കാണും. ഇവർ ചെയ്ത പാപം, ഇവരുടെ അനുസരണക്കേട് നിമിത്തം ഒരിക്കലും തിരികെ ഇവർക്ക് ദൈവസന്നിധിയിൽ വരുവാൻ യോഗ്യതയുള്ളവരല്ല. പക്ഷേ
ഈ പിതാവിൻ്റെ സ്നേഹം നിമിത്തം, പിതാവിൻ്റെതായിട്ടുള്ള കരുണ നിമിത്തം നസറത്തുകാരനായിരിക്കുന്ന യേശു അഥവാ പ്രിയ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഈ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് പുത്രനായിരിക്കുന്ന ക്രിസ്തു പരമയാഗമായി തീർന്ന് ഈ മനുഷ്യന് വീണ്ടും സകല സ്വാതന്ത്ര്യം കൊടുത്തു. സകല സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്നേഹം പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട്. ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹം, ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക സ്വാതന്ത്ര്യം, ഒരിക്കൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടം ദൈവം നമുക്ക് തിരിച്ചു തന്നത് എപ്രകാരം? സ്വന്തം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട്, സ്വന്തം പുത്രനെ മറുവിലയായി നൽകിക്കൊണ്ടായിരുന്നു ഭൂമിയിലേക്ക് അയക്കുവാൻ കാരണമായി തീർന്നത്. ഇന്ന് ഈ നല്ല പകൽ സമയത്തിന് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ ആദാമിനും ഹവ്വായിൽ നിന്നും ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ദൈവജനത്തിൽ നിന്ന് ഹാബേലും കയീനും അവിടെ രൂപപ്പെട്ടു വന്നു. രണ്ടുപേരുടെ ആരാധനയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരുവൻ ജീവനുള്ളതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കൊടുത്ത് ആരാധിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹവും നന്മയും വിടുതലും കൃപയും അതനുഭവിക്കുവാൻ തുടങ്ങി. എപ്രകാരമായിരിക്കുന്നു? അവൻ ജീവനുള്ള മുട്ടാടിനെ കർത്തൃസന്നിധിയിൽ കൊടുത്തു. എന്നാൽ മറ്റൊരാളുടെ ആരാധനയിൽ ജീവനില്ല. രണ്ടുപേരും ആരാധിച്ചു, യാഗം കഴിച്ചു, വഴിപാടഴിപ്പിച്ചു എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടിനെ കുറിച്ചും ഉദ്ദേശിക്കുന്നത് ഒരു ആരാധന തന്നെയാണ്. അതൊരു കൂട്ടായ്മയോടുള്ള ബന്ധത്തിലുള്ള ഭാഗം തന്നെയായിരിക്കുന്നു. പക്ഷെ എങ്കിലും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്തിൽ അതൊരു യഥാർത്ഥത്തിലുള്ള ആരാധനയുടെ അനുഭവമാണ്. അത് യഥാർത്ഥത്തിലുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയായിട്ടുള്ളൊരു അനുഭവം. രണ്ടും രണ്ട് തരത്തിലുള്ള ആരാധന. ഒരാൾ ജീവനുള്ള ആരാധന സമർപ്പിച്ചു കൊടുത്തു, മറ്റൊരാൾ ജീവനില്ലാത്ത ആരാധനയുടെ അനുഭവത്തിലേക്ക് വന്നു. ഒരിക്കൽ കൂടെ ജീവനുള്ളതിനെ ഹാബേൽ കൊണ്ടുവന്ന ദൈവസന്നിധിയിൽ വഴിപാടർപ്പിച്ചപ്പോൾ കയീനെ സംബന്ധിച്ചിടത്തോളം ജീവനില്ലാത്തതിനെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിച്ചു. രണ്ടുപേരും ദൈവസന്നിധിയിൽ യാഗം കഴിച്ചു, രണ്ടുപേരും കർത്താവിന്റെ സന്നിധിയിൽ വഴിപാടർപ്പിച്ചു. എന്നാൽ ദൈവം ഒന്നിൽ പ്രസാദിച്ചു. അതേതിൽ? ജീവനുള്ളത്, ചലനമുള്ളത്. ഇന്ന് പകൽ സമയം നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആരാധിച്ചത് കൊണ്ട് ഇവിടെ അർത്ഥം കടന്നു വരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ആരാധിച്ചത് കൊണ്ട് അതിനർത്ഥം അവിടെ കടന്നു വരുന്നില്ല. നിങ്ങളുടെ ആരാധനയ്ക്ക് സ്തോത്രം അർത്ഥം വരണമെങ്കിൽ, നിങ്ങളുടെ ആരാധനയ്ക്ക് പ്രത്യേകത ഉണ്ടാകണമെങ്കിൽ ആ പ്രത്യേകതകൾക്ക് പിന്നിലെ ഒരു ചലനമുണ്ടാകണം. ചലനമുള്ള ആരാധനയിൽ ഒരു അനുഭവമുണ്ട്, ചലനമുള്ള ആരാധനയിൽ ഒരു പ്രത്യേകതയുണ്ട്, ചലനമുള്ള ആരാധനയിൽ ഒരു അനുഭവമുണ്ട്, ചലനമുള്ള ആരാധനയിൽ ഒരു അനുഗ്രഹമുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ഈ നല്ല പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ആരാധിക്കാം. എന്ത്? ഹാബേലിനെ പോലെ ജീവനുള്ള വിധത്തിലും ആരാധിക്കാം. ഇല്ല എങ്കിൽ കയീനെ പോലെ ജീവനില്ലാത്ത അതൊരു ജൽപ്പനമാണ്, അതൊരു സാമുദായിക രീതിയാണ്. ഞായറാഴ്ച എന്ന് പറയുമ്പോൾ അന്നേ ദിവസം അതെ ഒരു റെഡിയായി എന്നെ പറയുക, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, ഒരു ഷോയ്ക്ക് ഒരു പോക്ക് വരവ്. കൊറോണ ആയതുകൊണ്ട് പിന്നെ അതുമില്ല. ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ പള്ളി പോയില്ല, കൊറോണ, പള്ളിയിൽ ആരാധനയില്ല, കൂട്ടായ്മയില്ല, പുറത്തിറങ്ങാൻ പാടില്ല, സ്തോത്രം, വീട്ടിലിരിക്കണമെന്ന നിർദ്ദേശം. ഞങ്ങളതെല്ലാം അപ്പാടെ കൃത്യമായി ഞങ്ങളതെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ആരാധന ഈ ലോകത്തിലെ സാഹചര്യങ്ങൾ നിമിത്തം മാറ്റാനും മറിക്കാനുമുള്ളതല്ല. നിങ്ങളുടെ ആരാധനയ്ക്ക് ഒരു ദൈവപ്രീതിയുണ്ട്, ഒരു ദൈവപ്രസാദമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടെന്നുള്ളത് മാത്രം നിങ്ങൾ ഓർക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. രണ്ട് തരത്തിലുള്ള ആരാധന. ഒരുവനതാ ഒരു ജൽപ്പനം പോലെയുള്ള ആരാധന, ഒരു വഴിപാട് കഴിപ്പിച്ചു, അവൻ അതിനകത്ത് രക്തത്തിന്റെ അംശമുണ്ടോ എന്ന് ഞാൻ അറിയേണ്ട ആവശ്യമില്ല. അതിന് ജീവനുണ്ടോ ഞാൻ അറിയേണ്ട ആവശ്യകതയില്ല. നിങ്ങൾ എല്ലാവരും ആരാധിച്ചു, ഞാനും ആരാധിച്ചു, സ്തോത്രം. അതെ, ജീവനില്ലാത്തത്, രക്തമില്ലാത്തത്, ചലനമില്ലാത്തത് അവൻ പച്ചക്കറി അഥവാ അവൻ്റെ കൃഷിസ്ഥലത്തിൽ നിന്ന് കിട്ടിയത് അവൻ കൊണ്ടുവന്ന് വെച്ചു. ദൈവം പ്രസാദിച്ചില്ല. എന്നാൽ ഹാബേൽ കൊണ്ടുവച്ചു. ഹാബേൽ കൊണ്ടുവച്ചത് മറ്റൊന്നുമല്ല, ജീവനുള്ളത്, ചലനമുള്ളത്. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ സമയം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ,
കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയുള്ള ആരാധനയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഒരിക്കലും ചലിക്കാത്ത സിയോൻ പർവ്വതം പോലെയുള്ള ഇരിപ്പാണോ? ഒരു ചലനവുമില്ലാത്ത രീതിയിലുള്ള ആരാധനയാണോ? ഒരു പ്രതികരണമില്ലാത്ത രീതിയിലുള്ള ഒരു ആരാധനയായിരിക്കുകയാണോ? അതോ ഈ ദിവസങ്ങളിൽ ചലനമുള്ള ആരാധനയാണോ? ചലിക്കുവാൻ കഴിയുന്ന ആരാധനയാണോ? ദൈവവചനം നിങ്ങൾക്ക് കേൾക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ വരുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ ചലനം ആരംഭിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ ബലം പ്രാപിക്കുവാനായി കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ആരാധന എങ്ങനെയെങ്കിലും സമർപ്പിച്ചിട്ട് കാര്യമില്ല. ദൈവപ്രസാദമുള്ള ആരാധനയാണ് നമുക്ക് ആവശ്യം. ദൈവപ്രസാദമുള്ള ആരാധനയാണ്. പക്ഷെ ഒന്നുണ്ട്, നമ്മൾ സത്യാരാധകനാണ് എങ്കിൽ മിഥ്യാരാധകൻ വെറുതെ ഇരിക്കത്തില്ല, നമുക്കെതിരായിട്ട് ശത്രുത്വം തൊടുത്തുവിടും. നമ്മളൊരു സത്യാരാധകനാണ് എങ്കിൽ നമുക്കെതിരായിട്ട് എതിരാളികളുണ്ട്, നമുക്കെതിരായിട്ട് പോരാട്ടങ്ങൾ വരും. മിഥ്യാരാധകൻ വെറുതെ ഇരിക്കത്തില്ല, അവൻ സത്യാരാധനയ്ക്കെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കും. ഇവിടെ ഹാബേൽ സത്യസന്ധമായി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ഹാബേൽ സത്യസന്ധമായി ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ഒന്ന് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? മറ്റൊന്നുമേ അല്ല, മിഥ്യാരാധകനായിരിക്കുന്ന സ്വന്തം സഹോദരൻ കയീൻ അവനോട് എതിർക്കും, അതുകൊണ്ട് ശത്രുത്വം. സഹോദരങ്ങളെ, ശരിയാണ്, ആരാധന നിമിത്തം നിന്റെ സ്വന്തക്കാർ തന്നെ നിനക്ക് ശത്രുവായി തീരാൻ സാധ്യതയുണ്ട്. ആരാധന നിമിത്തം നിന്റെ വേണ്ടപ്പെട്ടവർ തന്നെ നിനക്ക് എതിരാളികളായിട്ട് തീരുവാൻ സാധ്യതയുണ്ട്. ആരാധന നിമിത്തം നീ സ്നേഹിച്ചവരും ബഹുമാനിച്ചവരും പലരും നിന്നെ വിട്ട് മാറുവാൻ കാരണമായി തീരും. പക്ഷേ നീ മറന്നു പോകരുത്, ഇവിടെ നിന്റെ സുഹൃത്തിനെ പ്രസാദിപ്പിക്കലല്ല നിന്റെ ജോലി. നിന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും പൂർവന്മാരെയും പാരമ്പര്യക്കാരെയും പ്രസാദിപ്പിക്കലല്ല നിങ്ങളുടെ ജോലി. നിങ്ങളുടെ ജോലി ആരെയാ പ്രസാദിക്കുന്നത്? നമ്മെ സൃഷ്ടിച്ചവര് ദൈവം, നമ്മളുടെ ആരാധ്യനായിരിക്കുന്ന ആരാധകനെ, നമ്മുടെ ആരാധ്യനായിരിക്കുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിനെ ആയിരിക്കണം നാം പ്രസാദിപ്പിക്കേണ്ടത്. മനുഷ്യനെ പ്രസാദിപ്പിച്ചത് കൊണ്ട് അർത്ഥമില്ല. ഈ മനുഷ്യനെ പ്രസാദിപ്പിച്ചത് കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്നില്ല, നന്മയുണ്ടാകുന്നില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം നമുക്കുണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്കുണ്ട് എങ്കിൽ അത് തീർച്ചയായും അത് അനുഭവിക്കുവാനായി കഴിയുമെന്നുള്ളതിന് സംശയമില്ല. താൽക്കാലികമായിട്ട് ചില ബുദ്ധിമുട്ടുകളായിരിക്കാം, താൽക്കാലികമായിട്ട് ചില പ്രത്യേകതകളായിരിക്കാം, താൽക്കാലികമായിട്ട് ചില ഞെരുക്കങ്ങളും പ്രയാസങ്ങളും വന്നെന്നിരിക്കാം. ഇല്ല, ശാശ്വതമായി നിന്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റം തരുവാൻ, വ്യത്യാസം തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ അതുപോലെ തന്നെ നിറവേറുമെന്നുള്ളതിന് സംശയമേ ഇല്ല. ഒരു പ്രദേശത്തിൽ കാളവണ്ടി ഓടിക്കുന്ന ഒരു സഹോദരനുണ്ടായിരുന്നു. എപ്പോഴും അവനെ എല്ലാവരും പരിഹസിക്കാറുണ്ട്. നീ വണ്ടിക്കാരനാണ്, നീ വണ്ടിക്കാരനാണ്, നീ വണ്ടിക്കാരനാണ്. എപ്പോഴും 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 അവനെ പരിഹസിക്കും എല്ലാവരും. കാരണം എന്താ? സ്തോത്ര, ഇതിന് ഗിയറില്ല, ഇതിന് ക്ലച്ചില്ല, ആമേൻ, നാക്ക് മാത്രം വളർത്തി ഡ്രിനെ ഓടിക്കുമ്പോഴോ. അതുകൊണ്ട് ആമേൻ, ഈ മോഡേൺ യുഗത്തിലും ഈ കാളവണ്ടി സ്തോത്രം കൊണ്ട് നടക്കുമ്പോൾ അതൊരു പരിഹാസം. പക്ഷേ എങ്കിലും അവൻ്റെ തൊഴിൽ അവൻ അതേ മാത്രമേ അറിയത്തുള്ളൂ. അവൻ്റെ കാളകളെ അവൻ ഉപേക്ഷിക്കാറില്ല. അവൻ്റെ കാളവണ്ടി അവൻ എല്ലാ ദിവസവും പട്ടണത്തിൽ ചെന്ന് അരിയും സാധനങ്ങളും എടുത്ത് പല കടകളിലും കൊണ്ട് കൊടുക്കും. ആമീൻ, ഡീസലിന് പകരം പെട്രോളിന് പകരം കാളയ്ക്ക് ആഹാരം മാത്രം കൊടുത്തുകൊണ്ടിരിക്കും. ഒരു പരിഹാസപാത്രം തന്നെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിഞ്ഞു, ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. ആ പോകുന്ന പോക്കിൽ ഒരു ചെറിയ ഒരു പാലമുണ്ട്. ഈ പാലം കടന്നിട്ടാണ് ഇദ്ദേഹത്തിന് അക്കരയ്ക്ക് കടന്നു പോകേണ്ടത്. ഈ പാലം കടന്നിട്ടാണ് അക്കരയ്ക്ക് പോകേണ്ടത്. സ്തോത്രം. ഈ പാലത്തിലേക്ക് വണ്ടി കയറി നേരെ മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന പോക്കിൽ മധ്യഭാഗത്തിലെത്തിയില്ല. മധ്യഭാഗത്തിലെത്തുന്നതിന് മുമ്പ് അങ്ങകലെ സ്തോത്രം ഒരു വലിയ സൈറൻ കേൾക്കുന്നു. ഗിയോ 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 സൈറൻ കേൾക്കണോ? അദ്ദേഹം വിചാരിച്ചു ആംബുലൻസ് ആയിരിക്കുമോ വരുന്നത്. സൂക്ഷിച്ചു നോക്കിയ സമയത്തിൽ രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമില്ല. ഒരു വണ്ടി അപ്പുറത്ത് പോയാൽ മാത്രമേ അടുത്ത വണ്ടി ഇങ്ങോട്ട് വരത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ അതെ, വളരെയധികം സൈറൻ നോക്കിയപ്പോൾ പോലീസ്, ആ ജീപ്പാണ്, ഒന്നിലധികം പോലീസ് ജീപ്പുകൾ വരുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ പുറകില് വലിയൊരു സ്തോത്രം നല്ലൊരു ഇന്നോവ കാറ് ഇതാ ചീറി പാഞ്ഞ് വരികയാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി. മന്ത്രി വരുന്ന വരവാണ്. പ്രൈസ് ദി ലോർഡ്. പോലീസ് ജീപ്പിൽ നിന്ന് പോലീസുകാർ തല വെളിയിലിട്ടു. അവൻ തലയോടുകൂടി അദ്ദേഹം വെളിയിലേക്ക് എഴുന്നേറ്റ് നിന്നു. നോക്കിയപ്പോൾ ഒരു കാളവണ്ടിക്കാരൻ അതെ ഒരു വാഹനത്തിന് മാത്രം പോകാൻ കഴിയുന്ന പാലത്തിലൂടെ മെല്ലെ 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 വരികയാണ്. അദ്ദേഹം
ആ പോലീസുകാർ എടുത്തു മാറ്റടാ എന്ന് വിളിച്ച് 2-3 തെറി വിളിച്ചു. സ്വത്രം അദ്ദേഹം ചവിട്ടി നിർത്തിയല്ല, കാളയെ പിടിച്ചപ്പോ കാള അങ്ങ് നിന്നു. സ്വത്രം ഇടാ നിന്നോട് പറഞ്ഞ കേട്ടില്ലേ, എടുത്ത് മാറ്റടാ എന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ എന്ന് പറഞ്ഞു, സാറേ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. സ്വത്രം. അപ്പോഴാണ് പോലീസുകാരന് ബോധ്യം വന്നത്. തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ആവേശപ്പെട്ട പാലത്തിലേക്ക് കയറിയ പോലീസ് ജീപ്പിന്റെ പുറകില് അടുത്ത പോലീസ്, അതിൻ്റെ പുറകില് മന്ത്രി, എല്ലാവരും വരിയായിട്ട് പാലത്തിൽ കയറി നിൽക്കുകയാണ്. സാറേ ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. സ്വത്രം. ഉടനടി പോലീസുകാരൻ ഇറങ്ങി അടുത്തയാളിനെ സല്യൂട്ട് അടിച്ചു. തെറ്റിപ്പോയി, ഇത് റിവേഴ്സ് ഗിയർ ഇല്ല, നമ്മളിനി റിവേഴ്സ് എടുത്താലേ പറ്റത്തേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇതിന് ഉന്തി മാറ്റേണ്ടതായിട്ടുണ്ട്, എന്ത് ചെയ്യണം? സ്വത്രം. മിനിസ്റ്ററോട് ചെന്ന് സോറി പറ, പെട്ടെന്ന് പോ. സ്വത്രം ഓടിപ്പോയി സോറി പറഞ്ഞു. സാറേ അതിന് റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇച്ചിരി റിവേഴ്സ് എടുക്കണം. ശരി, എന്തെങ്കിലും ആകട്ടെ, കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈ വണ്ടികളെല്ലാം പാർട്ടിക്കാരൻ്റെ വണ്ടിയും മന്ത്രിയുടെ വണ്ടിയും പോലീസിൻ്റെ വണ്ടിയും മേലുദ്യോഗസ്ഥന്മാർ എല്ലാം റിവേഴ്സിട്ട് അപ്പോഴിതാ കാളവണ്ടി മാത്രം മുമ്പിലേക്ക് ഗമിച്ച് മുമ്പിലേക്ക് കടന്നു വന്നു. ആ പാലത്തിൽ കയറി അതങ്ങ് അക്കരയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് അവരുടെ വണ്ടി 1, 2, 3, 4 എന്ന് പറഞ്ഞു പോയി. ഇന്ന് പകൽ സമയത്ത് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, നീ ഒരു നിന്ദാപാത്രമായിരിക്കാം, നീ ഒരു പരിഹാസ പാത്രമായിരിക്കാം, ഒരുപക്ഷെ നിന്നെ ആർക്കും വേണ്ടായിരിക്കാം, നിന്നെ ചപ്പന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ നീ ഒരു പരിഹാസ പാത്രമായിരിക്കാം. ഈ കാളവണ്ടിക്കാരനെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്, നിന്നെയും ഉയർത്തുവാൻ. ഒരുപക്ഷെ നിനക്ക് റിവേഴ്സ് ഗിയർ ഇല്ല എന്നുള്ളത് ആക്ഷേപമാണെങ്കിലും അത് നിന്റെ മുമ്പിലേക്കുള്ള ഗമനത്തിന്റെ ലക്ഷണമാണ്, നീ പുറകിലേക്കല്ല. ഈ ലോകത്തിലെ മനുഷ്യൻ പലരും പുറകിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ലോകത്തിലുള്ള പലതും പിന്നാമ്പുറത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ, ദൈവം നിനക്കൊരു വാഗ്ദത്വം തന്നുവെങ്കിൽ, ദൈവം നിനക്കൊരു വിടുതൽ തന്നുവെങ്കിൽ, ദൈവം നിനക്കൊരു ദർശനം തന്നുവെങ്കിൽ, ദൈവം നിനക്കൊരു കാഴ്ചപ്പാട് തന്നുവെങ്കിൽ, നിനക്ക് മാത്രമുണ്ട് റിവേഴ്സ് ഗിയർ ഇല്ല. ഒരുപക്ഷെ തൽക്കാലത്തിലേക്ക് നിന്നാ മാത്രമാണ്, തൽക്കാലത്തിലേക്ക് നേരി പരിഹാസ പാത്രമാണ് എങ്കിൽ അവൻ നിന്റെ യാത്ര മുൻപിലേക്കാണ്. ഈ ദിവസങ്ങളിലെ കഷ്ടം, ഈ ദിവസങ്ങളിലെ ദുഃഖം, ഈ ദിവസങ്ങളിലെ വേദന ഒരുപക്ഷെ നിന്നെ പ്രയാസപ്പെടുത്തിയിരിക്കില്ല. ശാശ്വതമായ ഒരു നന്മയുടെ പ്രത്യേകതയാണ്. അവൻ വരേണ്ടതായിട്ടുള്ള വലിയ എന്തോ ഒരു അനർത്ഥത്തിൽ നിന്ന് ദൈവം നിന്നെ രക്ഷിക്കുകയാണ്. അവൻ നിനക്ക് സംഭവിക്കേണ്ടുന്ന ശാശ്വതമായ ബുദ്ധിമുട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പറിച്ചു മാറ്റി യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്തിലേക്ക് നിന്നെ നട്ടുവയ്ക്കുന്നതിന്റെ ലക്ഷണമാണ് തൽക്കാലത്തിൽ നിന്നെ നിന്ന, തൽക്കാലത്തിൽ നിന്റെ പരിഹാസം, താൽക്കാലികമായിട്ട് നീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം ശാശ്വതമായ ഒരു ഉയർച്ചയുടെ ലക്ഷണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്നെ കേൾക്കുന്ന ദൈവജനത്തിൽ ചിലരോട് വിളിച്ചു പറയപ്പെടുമ്പോൾ ആത്മാവിനെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ, ഹാബേലേ നിനക്ക് നിന്ദയുണ്ടാകാം, ഹാബേലേ നിനക്ക് പരിഹാസമുണ്ടാകാം, എങ്കിലും നീ ജീവനുള്ള ദൈവത്തെ ജീവനോടെ ആരാധിക്കുന്നുവെങ്കിൽ, സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്നുവെങ്കിൽ, താൽക്കാലികമായിട്ട് നിനക്ക് വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും, എല്ലാ പ്രതികൂലത്തിൽ നിന്നും സ്വർഗത്തിലെ കർത്താവ് നിന്നെ വീണ്ടെടുത്ത് വിടുവിച്ച് ഉറപ്പിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഈ ദിവസത്തിലെ നിന്ദകൾ, പരിഹാസങ്ങൾ നിന്റെ മുമ്പിലേക്കുള്ള യാത്രയുടെ ലക്ഷണമത്രേ. ഒരു കൈൻ നിനക്ക് വിപരീതമായി വന്നാലും, നിന്റെ ആരാധനയെ പരിഹസിച്ചാലും, നിന്റെ കൂട്ടായ്മയെ പരിഹസിച്ചാലും, നീ ദൈവവുമായിട്ടുള്ള ബന്ധം വെച്ച് പുലർത്തുന്നതിൽ നിന്ദിച്ചാലും, നീ അതിൽ ചഞ്ചലിക്കരുത്. കൈൻ അവൻ സത്യാരാധകനോട് പോരാടിക്കൊണ്ടിരിക്കും. ഈ ലോകം നിന്നെ പഴിച്ചാലും നിന്റെ ദൈവത്തെ നീ മുറുകെ പിടിക്കുക, ആ ദൈവം നിന്നെ സഹായിക്കുമെന്നുള്ളതിന് സംശയമില്ല. ഒടുവിൽ കൈൻ സ്നേഹം നടിച്ചു. അനുജ നമുക്ക് വയലിൽ പോകാം. വയലിലേക്ക് കൊണ്ടുപോയി അവനെ ചതിച്ചു, കൊന്നു. എന്താ? ആരാധന വെളിപ്പെടാൻ വേണ്ടി ഒരു രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു എങ്കിലും അവൻ പിന്മാറിയില്ല. മരിക്കേണ്ടി വന്നിട്ടും ആ ദൈവവുമായിട്ടുള്ള ബന്ധം വിടാതെ ആ ഭക്തൻ നിലനിന്നു എങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഉറപ്പുണ്ടാകട്ടെ, ഈ ലോകത്തിൻ്റെ സ്ഥിതിഗതികൾ നിമിത്തം ഞാൻ ഒരിക്കലും പിന്മാറത്തില്ല, എൻ്റെ ദൈവത്തെ ഞാൻ മുറുകെ പിടിക്കും. ദൈവം ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? തിരിച്ചവൻ മറുതലിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ? ഇന്ന് നിങ്ങൾ ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ കൂടെ ആരാധിച്ച സഹോദരൻ ഇപ്പൊ എവിടെ? നിന്റെ കൂടെ പള്ളിയിൽ വന്ന വ്യക്തി എവിടെ?
നിങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച വ്യക്തികൾ എവിടെ? നിനക്ക് പറയുവാൻ കഴിയണം. എന്താ? എൻ്റെ അശ്രദ്ധ നിമിത്തം ആരൊക്കെയോ പിന്മാറി, എൻ്റെ അശ്രദ്ധ നിമിത്തം ആരൊക്കെയോ അകന്നുപോയി. വേണ്ട, നീ അവരെ തിരിച്ചു കൊണ്ടുവരണം. നിന്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് നീ. നിന്റെ സഹോദരൻ്റെ കാവൽക്കാരനാണ് നീ. ദൈവം നിന്നെ കാവൽക്കാരനാക്കിയെങ്കിൽ അതൊരു പദവിയാണ്, അതൊരു ഉത്തരവാദിത്തമാണ്. ഫലമേൽപ്പിക്കാവോ? സമർപ്പിക്കാവോ? ആ കാതുകളിൽ ആ ശബ്ദം പ്രതിധ്വനിക്കുമ്പോൾ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്തൃസന്നിധിയിൽ ശരണപ്പെടാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിന്റെ സഹോദരൻ എവിടെ? എവിടെ? നീ അവനെ ഉപേക്ഷിച്ചോ? നീ അവനെ കൈത്താങ്ങാത്ത സ്ഥിതിയാണോ? നീ അവനെ പ്രോത്സാഹിപ്പിക്കാത്ത സ്ഥിതിയാണ്? യെസ്, കർത്താവിൻ്റെ സന്നിധിയിൽ അനുദപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിലും നിൻ ജീവനിൽ വേർക്കാൻ തന്നതിനാ. നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിലും നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിലും നിൻ ജീവനിൽ വേർക്കാൻ തന്നതിനാ. നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിലും തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. ഞങ്ങളധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, നല്ല സമയത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് വചനം പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല ഭാഗ്യ പദവികൾക്കാട്ട് ദൈവത്തിൻ്റെ കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹവും സാമീപ്യവും അനുഗ്രഹവും കൃപയും അധികമായി ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാമീപ്യത്തിനായിട്ട് കൃപകൾക്കാട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കഥാവങ്ങ് അനുഗ്രഹിക്കണമേ. ഒരു നന്മയ്ക്കും കുറവില്ലാതെ, ഒരു അനുഗ്രഹത്തിനും കുറവില്ലാതെ സകല പേരെയും പരിശുദ്ധാത്മാവങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ